നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും നല്ല സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. അപ്പം നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് നമ്മൾ LTTS. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് 2022 വരെ അതിമനോഹരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡായിരുന്നു. അതിനുശേഷം 2022 to 2023 കാലയളവിൽ നമുക്ക് നല്ലൊരു ഡൗൺ ട്രെൻഡ് കാണാൻ സാധിച്ചു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇപ്പം നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ബോട്ടം ചേർത്ത് വരച്ച് കഴിഞ്ഞപ്പം ഈ ഒരു റീജിയൻ നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലെവൽ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ടൈമിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഏകദേശം ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് നമുക്ക് ഇവിടെ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. അതൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അപ്പം ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഉണ്ടായി. അതിനുശേഷം നമുക്ക് അത് വീക്കിലിയിൽ അതിന് പുറത്തേട്ട് മുകളിലേക്ക് കിടക്കുന്നുണ്ട്, ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വോളിയം ഇൻക്രീസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഈ ഒരു ലെവൽ, ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു വീക്കിലിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കിട്ടുന്നത്. അപ്പം ഇതിന് മുകളിൽ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്, ഈ ഒരു ലെവൽ. അത് 4300-350 ഇടയ്ക്കാണ് ഏകദേശം ഒരു റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം ഈ ഒരു റീജിയണിലാണെങ്കിലും ഈ ഒരു നമ്മൾ ഡെയിലിയിലേക്ക് വരുവാണെങ്കിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു നല്ല രീതിയിലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം അതിന് പുറത്തേട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു റീജിയനിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഇവിടെ തന്നെ ഫസ്റ്റ് റെസിസ്റ്റൻസ് റീജിയൻ തന്നെ കൺസിഡർ ചെയ്യണം. അപ്പം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഡെയിലി ക്യാൻഡലിൻ്റെ ലോ വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ ലോ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു മുകളിലത്തെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് റാലി തരാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് സരിഗമ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വീക്ക്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്സൈഡ് റാലി, അതിനുശേഷം ക്ലിയർ ആയിട്ട് ഡൗൺ ട്രെൻഡ്, അതിനുശേഷം ഇവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല വോളിയത്തോടു കൂടി ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ഇത് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ, അതായത് ആ ഒരു ലെവൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് റീജിയനും കൂടിയാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് കൺസോൾട്ടേഷൻ കാണാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തവണ പോയപ്പോഴും ആ ഒരു റീജിയനിൽ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 520 എബോ ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ട് ഒരു 3 വീക്ക് മുമ്പിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലാണ് വന്നത്. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കൺസോൾട്ടേഷൻ്റെ ഡെയിലിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു കൺസോൾട്ടേഷന് ശേഷം അതിന് ഒരു നല്ലൊരു ഡെയിലി ക്യാൻഡിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പം ഇത് ഒരു കൺഫർമേഷൻ ഒന്നും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന് മുകളിൽ ഒരു ക്ലോസിങ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ അത്യാവശ്യം നല്ല വോളിയത്തോടു കൂടി ഡെയിലിയിലാണെങ്കിലും ഒരു ക്യാൻഡിൽ ഇതിന് മുകളിൽ ക്ലോസിങ് വരുവാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കാം. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു 520 സംതിങ് ആണ് വെക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ ആ ഉണ്ടാകുന്ന ബുള്ളിഷ് ക്യാൻഡിലിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് ബജാജ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീജിയൻ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമുക്കിവിടെ വീക്കിലിയിൽ അത് ക്ലിയർ ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കൺഫർമേഷനും കൂടെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് താഴെയും ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിൽ നമുക്കൊരു ഡെയിലിയിലാണെങ്കിലും ഒരു ദിവസവും കൂടെ ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ, നല്ലൊരു ക്ലോസിങ് തരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈക്ക് മുകളിൽ ക്ലോസിങ് തരുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്വിങ്ങിന് താഴെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം റിസ്ക് റിവാർഡ് റേഷ്യോ 1:1 മിനിമം മെയിൻറ്റെയിൻ ചെയ്യുക. IDFC ബാങ്ക്. അപ്പോൾ ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു അപ്സൈഡ് റാലി തന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം മുകളിലേക്കാണോ ബ്രേക്ക് ഔട്ട് തരുന്നത്, അതോ താഴോട്ടാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഡെയിലിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലിയിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിൽ മൾട്ടിപ്പിൾ ടൈമിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ ഈ ഒരു കണ്ടിന്യൂസ് റാലിക്ക് ശേഷം ഈ ഒരു റീജിയനിൽ കൺസോൾട്ടേഷൻ നടക്കുകയാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതിന് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ
ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൽ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഇവിടെയും നമുക്ക് 1:2 റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ 1:1 റിസ്ക് റിവാർഡ് റേഷ്യോ മിനിമം മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകുക. ബ്രേക്ക് ഔട്ട് കൃത്യമായിട്ട് നല്ലൊരു വോളിയത്തോട് കൂടിയൊക്കെ തരുന്നെങ്കിൽ 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് RK4. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അതിമനോഹരമായിട്ട് വീക്കിലി ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്ത് നല്ല വോളിയത്തോടു കൂടി അപ്സൈഡ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഡെയിലിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ലെവല് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു കൺസോൾട്ടേഷന് പുറത്തേട്ട് നമുക്ക് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതൊക്കെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. നമ്മൾ പറയുന്ന രീതിയിൽ പാറ്റേൺസൊക്കെ ഫോർമേഷൻ ഉണ്ടാവുകയാണ്, നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് ഫോം ചെയ്യുവാണ്, ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്, മാർക്കറ്റ് നമ്മുടെ ഒപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്കും പോകാം അല്ലെങ്കിൽ താഴോട്ടും പോരാം. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ആകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. അല്ലാതെ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുക താഴോട്ട് പോകുന്ന അധികം ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറ്റുന്ന ക്യാപിറ്റൽ മാത്രം ഇട്ട് എൻട്രീസ് എടുക്കുക. ഫുൾ ക്യാപിറ്റൽ ഒരു സ്റ്റോക്കിൽ വിടാതിരിക്കുക. അതിനെ ഡിവൈഡ് ചെയ്ത് കുറച്ച് എമൗണ്ട് മാത്രം ഒരു സ്റ്റോക്കിൽ എടുക്കുക. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് പല സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക. അതിനുശേഷം മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു എന്തെങ്കിലും നല്ലൊരു നല്ല വോളിയത്തോടു കൂടി നല്ലൊരു ബീറിഷ് ക്യാൻഡിലൊക്കെ ഫോം ആവുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ആകാം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ടെക്നിക്കൽ അനാലിസിസും പ്രൈസ് ആക്ഷനും സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.